ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 2 മിനിറ്റ് ട്രാപ്പിനെ കുറിച്ചാണ്. 2 മിനിറ്റ് ട്രാപ്പിനെ കുറിച്ച് നിങ്ങൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഒരു 2 മിനിറ്റ് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കും, അല്ലെങ്കിൽ ആ 2 മിനിറ്റ് കൊണ്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഒരുപാട് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ? ഉറപ്പായിട്ടും ഒരു വളരെ ചെറിയ കാര്യങ്ങൾ മാത്രം ചെയ്യാൻ പറ്റുന്ന സമയമേ ഉള്ളൂ ഒരു 2 മിനിറ്റ്. പക്ഷെ ആ 2 മിനിറ്റ് കൊണ്ട് നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കാവുന്ന വലിയൊരു, അതായത് നമ്മുടെ ലൈഫിൽ തകർക്കാനും നമ്മുടെ ലൈഫിനെ അപ്ഗ്രേഡ് ചെയ്യാനും സാധിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിച്ചേ മതിയാകും. കാരണം നമ്മുടെ ഹ്യൂമൻ ബ്രെയിനിന് ഒരു പർട്ടിക്കുലർ കാര്യത്തിൽ ഒരു ഡീപ്പ് ഫോക്കസ് കിട്ടാനായിട്ട് നമുക്ക് വേണ്ട കാര്യമാണ് ഒരു 15 മുതൽ 25 മിനിറ്റ് വരെ നമുക്കൊരു ഡീപ്പ് ഫോക്കസ് വേണം. അതായത് ആരും ഡിസ്റ്റർബ് ഒന്നും ചെയ്യാതെ ഒരു കാമായിട്ടുള്ള ഒരു 15 മുതൽ 25 മിനിറ്റ് വേണം നമ്മുടെ ബ്രെയിനിനെ ഡീപ്പ് ഫോക്കസിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ 15 മുതൽ 25 മിനിറ്റ് കാമായിട്ടുള്ള ഒരു 25 മിനിറ്റ് സമയം വേണം നമ്മളൊരു ഡീപ്പ് ഫോക്കസിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. എന്നാലേ നമുക്ക് ആ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ടും ആത്മാർത്ഥതയോടുകൂടിയും ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് വേറെ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ വന്ന് നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യാതെ പോകും. ഇതിന് പറയുന്ന ഒരു പേരാണ് ഫ്ലോ. അടുത്തതാണ് ഡോപ്പമൈൻ ട്രിക്ക്. നിങ്ങൾ ഈ ഡോപ്പമൈൻ ട്രിക്കിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ടാവും. കാരണം ഒരുപാട് റീൽസിലും വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ഒരു ഹാപ്പി ഹോർമോൺ. ആക്ച്വലി നമ്മൾ വലിയ കാര്യങ്ങൾ ചെയ്ത് കിട്ടേണ്ട ഹാപ്പിനെസ് വളരെ ചെറിയ കാര്യങ്ങൾ ചെയ്ത് നമ്മൾ ബ്രെയിനിന് ട്രിക്ക് ചെയ്യുന്നു. സോ ആക്ച്വലി അപ്പോൾ ബ്രെയിൻ എന്ത് ചിന്തിക്കുന്നു? ചെറിയ കാര്യങ്ങളിൽ കൂടുതൽ ഹാപ്പിനെസ് കണ്ടെത്തി ചെറിയ കാര്യങ്ങൾ കൂടുതൽ ചെയ്യാനായിട്ടുള്ള പ്രേരണ നമ്മൾ ഉണ്ടാക്കും. ആക്ച്വലി ഇത് നമ്മൾ ബ്രെയിനെ ട്രിക്ക് ചെയ്യുന്നതാണ്. നമ്മൾ ഒരു ഇൻസ്റ്റഗ്രാം സ്ക്രോളോ അല്ലെങ്കിൽ ഒരു നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു മെസ്സേജോ അതിൽ കിട്ടുന്ന നമ്മുടെ സന്തോഷം ഉണ്ടാകും. ദിസ് ഇസ് ആക്ച്വലി ഭയങ്കരമായിട്ട് നമ്മുടെ ഫോക്കസിനെ ഇല്ലാണ്ടാക്കും. അടുത്തതാണ് ഷാലോ തിങ്കിങ്. എന്താണ് ഷാലോ തിങ്കിങ്? ഒരു ഡീപ്പ് ഫോക്കസ് ആയിട്ട് നമ്മളൊരു കാര്യം ചെയ്യണം. ആത്മാർത്ഥതയോടുകൂടി നമ്മൾ ഒരു കാര്യം ചെയ്യണം. ഈ കാര്യം ചെയ്യുന്ന സമയത്ത് 1-2 മണിക്കൂർ കൊണ്ട് തീരാവുന്ന ഈ ഒരു വർക്ക്, ഇതിനെ നമ്മൾ വലിച്ചു നീക്കി ഒരു 100 സമയങ്ങളാക്കി അല്ലെങ്കിൽ ഒരു 100 ഭാഗങ്ങളാക്കി നമ്മൾ ഈ കാര്യത്തെ ചെയ്യുന്ന സമയം നമ്മൾ എത്രത്തോളം നമ്മൾ ബിസി ആയിട്ട് നമ്മളെ ഫീൽ ചെയ്യിപ്പിക്കും. അല്ലെ, ഞാനൊരു 2 മണിക്കൂർ കൊണ്ട് ഷൂട്ട് ചെയ്ത് തീരേണ്ട ഒരു വീഡിയോ ഞാനൊരു 100 പ്രാവശ്യമായിട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ എത്രത്തോളം ബിസിയാകും. ഈ ഒരു കാര്യത്തിനെയാണ് ഷാലോ തിങ്കിങ് എന്ന് പറയുന്നത്. ആക്ച്വലി നമ്മളെപ്പോഴും ബിസി ആയിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും. അതുപോലെ നമ്മൾ ചെയ്ത ആ വർക്ക് കംപ്ലീറ്റ് ചെയ്ത ആ ഒരു ഫുൾഫിൽനെസ് നമുക്ക് ഫീൽ ചെയ്യുകയും ഇതിനെയാണ് ഷാലോ തിങ്കിങ് എന്ന് പറയുന്നത്. നമുക്കൊരു ഉദാഹരണം വെച്ച് പറയാം. 1 മണിക്കൂർ കൊണ്ട് വായിച്ച് തീർക്കാൻ പറ്റുന്ന ഒരു ചെറിയ പുസ്തകം. നമ്മൾ ആദ്യത്തെ 10 മിനിറ്റ് പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഫോണിൽ എന്തെങ്കിലും ഒരു നോട്ടിഫിക്കേഷനോ മെസ്സേജോ എന്തെങ്കിലും ഒക്കെ വന്ന് കഴിയുമ്പോൾ നമ്മളെന്താവും? ഡിസ്റ്റർബ്ഡ് ആവും. സോ നമ്മളത് ഫോൺ എടുത്ത് എന്താണ് മെസ്സേജ്, എന്താണ് നോട്ടിഫിക്കേഷൻ എന്ന് നോക്കി ഒരു മെസ്സേജ് ആണെങ്കിൽ റിപ്ലൈ ഒക്കെ കൊടുത്ത് നമ്മൾ വീണ്ടും ഫോൺ ലോക്ക് ചെയ്ത് തിരിച്ചു വരുന്ന സമയം എത്ര മിനിറ്റാവും? ഏറ്റവും ചുരുങ്ങിയ സമയം 2 മുതൽ 3 മിനിറ്റ് നിങ്ങൾ വെച്ചു. ഈ 3 മിനിറ്റ് അവിടെ പോയി. ഇപ്പോൾ എന്താവും? നമ്മുടെ ബ്രെയിന് അവിടെ റീസെറ്റ് ആവും. അതായത് നമ്മുടെ ഫോക്കസ് അവിടെ നഷ്ടപ്പെട്ടു. രണ്ടാമതും ഇതേ കാര്യം ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ട സമയം ഒരു 1 മുതൽ 2 മിനിറ്റ് സമയം നിങ്ങൾക്ക് അവിടെ വേണം. നിങ്ങൾക്ക് അവിടെ എത്ര സമയം പോയി? 5 മിനിറ്റ്സ്. ഇങ്ങനെ നിങ്ങൾ ഇതേപോലെ ഈ കാര്യം റിപ്പീറ്റ് ചെയ്ത് ആ 1 മണിക്കൂറിൽ നടന്നാൽ നിങ്ങൾക്കൊരു ആവറേജ് ആയിട്ട് ഒരു 30 to 35 മിനിറ്റ്സ് മാത്രമേ ആ പുസ്തകം വായിക്കാൻ കഴിയൂ. ബാക്കി കോമ്പൗണ്ട് ചെയ്ത് എന്താകും? 25 മിനിറ്റ്സ് ആവും. എത്ര പെർസെൻറ്റേജ്? ഓൾമോസ്റ്റ് 50% അടുത്ത് നമ്മുടെ സമയം അവിടെ വേസ്റ്റ് ആകുന്നു. ഓൾമോസ്റ്റ് 58% ഉള്ളൂ നമ്മൾക്ക് പ്രൊഡക്ടിവിറ്റി. ബാക്കിയുള്ള 42% നമ്മൾ ലോസ് ചെയ്ത സമയമാണ്. സോ ഇത് വലിയൊരു ലോസാണ്. കാരണം ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരു 2 മിനിറ്റ് കൊണ്ട് നമ്മുടെ ലൈഫിൽ അപ്ഗ്രേഡ് ചെയ്യാനും കഴിയും. അതേ 2 മിനിറ്റ് വെച്ച് നമുക്ക് നമ്മുടെ ലൈഫ് താഴേക്ക് കൊണ്ടുപോകാനും അല്ലെങ്കിൽ നമ്മുടെ ലൈഫിനെ തകർക്കാനും കഴിയുമെന്ന് പറഞ്ഞതിന് കാരണം ഇതാണ്. നിങ്ങളെപ്പോഴും നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെപ്പോഴും സെർച്ച് ചെയ്യണം. ആക്ച്വലി നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിച്ചാൽ നിങ്ങളുടെ ലൈഫിൽ കുറേ മാറ്റങ്ങൾ നിങ്ങൾക്ക് വരുത്താൻ പറ്റും. ടൈമിനെ നിങ്ങൾ യൂസ് ചെയ്യാൻ എത്രത്തോളം നിങ്ങൾ പഠിക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റും. ഡേവിഡ് അലൻ എന്ന് പറഞ്ഞ ഒരാളുടെ പുസ്തകമുണ്ട്. അവരുടെ പുസ്തകത്തിൽ ഒരു 2 മിനിറ്റ് റൂളിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ പറയുന്നത് 2 മിനിറ്റിൽ താഴെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഉടനെ തന്നെ അത് ചെയ്തു തീർക്കുക. ഇവിടെ ഉദ്ദേശിച്ച 2 മിനിറ്റ് റൂൾ എന്ന് പറയുന്നത് നിങ്ങൾ പാഴാക്കി കളയുന്ന 2 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകും ലോസ് എത്രത്തോളം ആണ് എന്നത് ഞാൻ ഒരു സിംപ്ലിഫൈ ചെയ്ത് പറയാൻ വേണ്ടി തിരഞ്ഞെടുത്ത ഒരു ഭാഗമാണത്. പക്ഷേ നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ 2 മിനിറ്റ് റൂൾ ഇവിടെ വേറൊരു രീതിയിൽ പ്രസൻറ്റ് ചെയ്തു. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഉപകാരമായെങ്കിൽ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്, അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായത്തോട് നിങ്ങൾ വിയോജിക്കുന്നു എങ്കിൽ അത് എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ഇതുപോലെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്ന ഒരുപാട് പുസ്തകങ്ങൾ നാട്ടിലൊക്കെ കിട്ടും. പക്ഷേ അതൊക്കെ വാങ്ങിച്ച് വായിക്കാനും
ശ്രമിക്കുക. ഒരു ദിവസം അറ്റ്ലീസ്റ്റ് ഒരു പേജെങ്കിലും നിങ്ങൾ വായിച്ചാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. എന്തായാലും നിങ്ങൾ ഇതുവരെ ഈ വീഡിയോ കണ്ടതിന് ഒരുപാട് സന്തോഷം. താങ്ക് യു ഫോർ വാച്ചിങ്. കാരണം എൻ്റെ ആദ്യത്തെ ഓഡിയൻസ് നിങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. ലവ് യു ഓൾ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.